ഹലോ ഗൈസ്, എല്ലാവർക്കും ട്രാവൽ ടെയിൽസ് ബൈ നിവിൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7, അതായത് 7ൻ്റെ പണി അവസാനത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ അടിപൊളി പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞിട്ട് നൂറേനാണ് കാണിക്കുന്നത്. നൂറ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് സംസാരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ സീസണിലെ കപ്പ് ഞാനാണ് അടിക്കുന്നത്, ഞാനാണ് വിജയിന്ന്. അതിനുശേഷം നമ്മുടെ നിവിനാണ് കാണിക്കുന്നത്. നിവിൻ ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്, കണ്ണാടി നോക്കിയിട്ട് സുഹൃത്തായിട്ട് സംസാരിക്കാൻ. അതിൽ നിവിൻ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട്, സ്വയം മോട്ടിവേറ്റ് ചെയ്ത് സ്വയം നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിലെല്ലാവരുടെയും എനിക്ക് ഇഷ്ടപ്പെട്ടത് നിവിൻ്റെയാണ്. പക്ഷേ ഒരു പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ കുറച്ചും കൂടെ വോട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കപ്പടിക്കാനും ചാൻസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി നിവിനായിരിക്കുമെന്ന്. കാരണം ഒരു ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മൾ ഈ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നിവിൻ. ചിരിയും കളിയും പാട്ടും. നമ്മൾ അവസാനമായിട്ടാണ് നമ്മൾ ഇതറിയുന്നത് നിവിനൊരു ഗായകനാണ്. അതുപോലെ നല്ലൊരു പെർഫോമൻസ് നടത്തിയൊരു വ്യക്തിയാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ നിവിൻ. അപ്പോൾ നിവിൻ സ്വയം മോട്ടിവേറ്റ് ചെയ്താണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനുള്ള കേൾക്കാൻ നല്ല രസമുണ്ട്. ബാക്കി എല്ലാവരും ഒരു ലാഗായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിവിൻ്റെ ഇൻട്രൊഡ്യൂസിങ് നല്ല അടിപൊളിയായിരുന്നു, പറയുന്ന കാര്യങ്ങളൊക്കെ. നിവിൻ പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, ഇതിലെങ്ങാനും വലിയ പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടാനില്ല, ഏഷ്യാനെറ്റ് ഒരുക്കി തന്ന ഈ ഒരു പ്ലാറ്റ്ഫോം അടിപൊളിയാണെന്നൊക്കെ നിവിൻ പറയുന്നുണ്ട്. അപ്പോൾ സ്വയം സന്തോഷിക്കുകയാണ്, എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടി, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റി എന്നൊക്കെ സ്വയം പറഞ്ഞ് സന്തോഷിക്കുകയാണ്, ഒരു ഹാപ്പി ആവുകയാണ്. ബാക്കിയുള്ളവരെ പോലെ മോട്ടിവേറ്റഡ് ആകുമല്ല, സ്വയം ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിൽ. ഈ പ്രാവശ്യത്തെ സീസൺ 7 കണ്ട എല്ലാ ആരാധകർക്കും, ബിഗ് ബോസിലെ ആരാധകർക്ക് മനസ്സിലാവും നിവിൻ എത്രത്തോളം ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്, ബിഗ് ബോസിലെ എല്ലാവരെയും. അതിനുശേഷം അക്ബറും നിവിനും കൂടെ ഊഞ്ഞാലാടുകയാണ്. ഊഞ്ഞാലാടി ലാസ്റ്റ് വീഴുന്നുണ്ട് നിവിൻ. അതിൻ്റെ അകത്ത് നിവിൻ പറയുന്നുണ്ട് അവസാനത്തെ ഊഞ്ഞാലാട്ടം. അങ്ങനെ ഊഞ്ഞാലാടി ലാസ്റ്റ് നിവിൻ വീഴുന്നുണ്ട്. അക്ബർ നിന്ന് കുറേ ചിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മൾ അക്ബറും നൂറുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴാണ് ഇതറിയുന്നത്, നേരത്തെ അറിയുന്നെങ്കിൽ ഞാൻ നല്ല പ്രശ്നം ഉണ്ടാക്കിയേനെ, ഇത് നേരത്തെയാണ് അറിയേണ്ടത്, ഇപ്പോഴാണ് പറയുന്നതൊക്കെ. അപ്പോൾ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞെന്നാണ് നൂറ് എൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷേ അക്ബർ പറയുന്നുണ്ട് ഭയങ്കര മോശമായിപ്പോയത്, കാരണം ഞാൻ ഇപ്പോഴല്ല അറിയുന്നത്. കാരണം നിങ്ങൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കും, നല്ല രീതിയിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണ്ടേ, ഇത്രയും മോശം സുഹൃത്തിനെ നിങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതൊക്കെ നീയും പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒത്തിരി സങ്കടം വന്നത് അനുമോളാണ്. അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി വന്നത് ബിഗ് ബോസിലാണ്, ഞാനിനി എവിടെ ചെന്നാലും നല്ല ഉറച്ചു നിൽക്കും, ഞാനൊരു സ്ട്രോങ് ലേഡിയാണ്, എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ നല്ല സങ്കടമുണ്ട് ഉള്ളിൽ. ആ ഒരു സീൻ എങ്ങനെയാണ് അവസാനിക്കുന്നത്. അതിനുശേഷം അനീഷ് ഒരു ബിഗ് ബോസ് കൊടുത്ത ഒരു ലെറ്റർ വായിക്കുകയാണ്. ഒരു ടാസ്ക് ഉണ്ട്, സീസൺ 7 ഫൈനൽ 6 ഒരാൾ മിഡ് വീക്ക് എവിക്ഷനായിട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ടാസ്ക് വരും. ആ ടാസ്ക് എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ യോജിപ്പിക്കുന്നതാണ്. ആ ഈ 6 പേരുടെ ഫോട്ടോയും പണിപ്പുരലുണ്ട്, വന്നെടുത്തിട്ട് അത് റെഡിയാക്കുക. ഇതിൽ 6 റെഡിയാവാത്തത്, ഒരു പീസ് കുറവുള്ളത്, ആ ഫോട്ടോ റെഡിയാക്കുന്നതിൽ ഒരു പീസ് കുറവുള്ള ആരാണോ ഓരായിരിക്കും ഈ എവിക്ഷനിൽ പുറത്തു പോകുന്നത്. അങ്ങനെ എല്ലാവരും പേടിച്ച് അത് റെഡിയാക്കുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് വെച്ച് നോക്കാൻ നേരത്ത് നമ്മുടെ നൂറിൻ്റെ ഒരു പീസ് കാണുന്നില്ല. അപ്പോൾ നൂറ് കരയും പെട്ടെന്ന്. അപ്പോൾ എല്ലാവരോടും പറയും, ഞാൻ പോയി, എൻ്റെ ഒരു ഫോട്ടോയ്ക്കകത്തൊരു പീസില്ല, ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എല്ലാവരും യാത്ര പറയും, ബിഗ് ബോസിൽ ഞാൻ തീർത്തിട്ട് പോവാണ്. അനുമോളോടും പറയുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുമോളോട് നൂറേം പറയുന്നുണ്ട്, കപ്പടിക്കണം നീ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പുറത്ത് വെച്ച് കാണാമെന്നൊക്കെ നൂറ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ച് നടന്നു പോകുമ്പോൾ അക്ബർ നിവിനോട് പറയുന്നുണ്ട്, കെട്ടിപ്പിടിച്ചുകൊണ്ട് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നൂറ ആരിനൊപ്പം ഒരുപോലെ എഫേർട്ട് എടുത്തിട്ട് ടിക്കറ്റ് ഫിനാലെ എടുത്തിട്ട് അത് മിസ്സാക്കി കളഞ്ഞല്ലോ, പക്ഷേ അവൾ ആ കളിച്ച ഗെയിം
അവൾ എനിക്കും ആ കപ്പിന് അർഹതപ്പെട്ടതെന്ന് അക്ബർ 2-3 പ്രാവശ്യം പറയുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം വിദൂരത്തോട്ട് നോക്കിക്കുന്നുണ്ട് നമ്മുടെ അനീഷ്. അതിനുശേഷം ബിഗ് ബോസിൻ്റെ ഫൈനലിൻ്റെ ഗ്രൂമിങ്ങിന് എല്ലാവരും പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോ ഗ്രൂമൊക്കെ ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിലും നമ്മുടെ അനിമോളാണെങ്കിലും ഷാനവാസാണെങ്കിലും അനീഷാണെങ്കിലും അക്ബറാണെങ്കിലും അവരുടെ ഹെയർ സ്റ്റൈലൊക്കെ നല്ല അടിപൊളിയാക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ സാധാരണക്കാരനാണ്, സാധാരണ മോഡൽ മതി, ഒത്തിരി ഷോ ആയിട്ടൊന്നും വേണ്ട, നാച്ചുറലായിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരും ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, നിങ്ങളാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ ആൾക്കാരെ മനസ്സിൽ ഇടം പിടിച്ചതും ഇത്ര അടിപൊളിയാക്കിയതെന്നും ബിഗ് ബോസ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിഗ് ബോസ് ഇത്രയും അടിപൊളിയാക്കിയ എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ട്, പ്രേക്ഷകരോട് നന്ദി പറഞ്ഞിട്ട്, ഹോട്ട്സ്റ്റാറിലാണ് ഇത് സംപ്രേഷണം ചെയ്തതെന്നും ഹോട്ട്സ്റ്റാർ വഴി വോട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു 25 പേരിൽ 5 പേരാകാൻ സാധിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഫൈനലിലെത്തി എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഐഡിയയിൽ ആരായിരിക്കും ഈ കപ്പടിക്കാൻ ചാൻസ് കൂടുതൽ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമോ? ഇതിൽ ഏറ്റവും കൂടുതൽ കപ്പടിക്കാൻ ചാൻസ് ഉള്ള അനീഷായിരിക്കും. അനീഷിനായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വോട്ടിംഗ് പോർട്ടൽ അടച്ച ശേഷം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന അനീഷിനാണ് വോട്ടിങ്. പിന്നെ ഉള്ളത് 2ാം സ്ഥാനം നിൽക്കുന്ന അനുമോളാണ്. 3ാം സ്ഥാനം നമ്മുടെ ഷാനവാസുണ്ട്. 4ാം സ്ഥാനം നമ്മുടെ നിവിനായിരുന്നു കൈയടക്കി വെച്ചിരുന്നത്. പക്ഷേ വോട്ടിങ്ങിൽ ലാസ്റ്റ് ഏറ്റവും കൂടുതൽ മത്സരിച്ച് ബാക്കിയുള്ളവരോട് നിവിനോട് മത്സരിച്ച് അക്ബർ ആ 4ാം സ്ഥാനവും കൈയടക്കിയൊക്കെയാണ്. 5ാം സ്ഥാനത്തോട്ട് നിവിൻ. നമ്മുടെ ബിഗ് ബോസിൽ അനീഷിന് വോട്ട് ചെയ്തവർ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വോട്ടിംഗ് മാത്രമല്ല, ബാക്കി കുറേ വസ്തുതകൾ ഇതിനകത്ത് നോക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും കുറച്ച് മണിക്കൂറിന് ശേഷം നമുക്കറിയാൻ പറ്റും ആരാണ് ഈ സീസൺ 7 വിജയ് എന്ന്. അപ്പോൾ എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത, ഈ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.